എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈക്ക് 1895 ഡിസംബറിൽ ലൂമിയർ ബ്രദേഴ്സ് സിനിമ കണ്ടുപിടിച്ച അവരൊന്നുമല്ല. സിനിമ ആദ്യമായിട്ട് കാശ് മേടിച്ച് പ്രദർശിപ്പിച്ചതാണ് അവർ. അതാണ് ആ തിയേറ്ററിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ പൈസ. ആദ്യത്തെ വരുന്നത് 35 പേരുണ്ടായിരുന്നു. ആ 35 പേരെന്താ ട്രെയിൻ വന്ന് നിൽക്കുന്നതും ഒരു ഫാക്ടറി, ഇവരുടെ ഒരു സൺബാത്ത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു ചിത്രം, അത് വന്നിട്ടുള്ളത് ഇവർ വന്നിട്ട് കൊമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്തു. അതേ സമയത്ത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. പല രീതിയിൽ അവർ ഈ ചലിക്കുന്ന ചിത്രത്തിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളതിന് അപ്പോൾ സിനിമ ഒരു പ്രദർശനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു എക്സിബിറ്റർ മസ്റ്റാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ചിന്തിക്കുന്നത് തൊട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് വരെയും വന്നിട്ടുള്ളതിനകത്ത് നിൽക്കുമ്പോഴാണ് അത് സിനിമ പൂർണ്ണതയിലെത്തും. അപ്പം ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ഞാൻ അന്ന് തൊട്ട് ചെയ്തിരുന്നു. ഞാൻ ഒരു സിനിമ പഠിക്കുന്ന ഒരുത്തനാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സിനിമ സ്റ്റഡീസിന് നിൽക്കണമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ എപ്പോഴും വന്നിട്ട് ആ തരത്തിലാണ്. ഞാനൊരു ആക്ടറായി വന്നതെന്ന് പറയുന്നത് ഞാൻ ആ തരത്തിൽ എനിക്ക് പെർഫോമിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്തു. ഞാൻ കുറേ കഴിഞ്ഞ് പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രമല്ല എൻ്റെ ജോലി, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അപ്പം നിർത്തി. പിന്നെ ഒരുപാട് വർഷം നിങ്ങൾ എൻ്റെ കഥ ശരിക്കും ആ ഒരു തീരുമാനം എന്താ പറയുക, അത്ര ഹിറ്റായി ഒരു റീ എൻട്രി കിട്ടി, ഒരു ബ്രേക്ക് എടുത്ത ശേഷം വന്ന സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. അല്ല അത് ഭയങ്കര അല്ല, ഞാൻ തമിഴിൽ അഭിനയിച്ചിരിക്കുന്നുണ്ട്, മലയാളത്തിൽ ഹിറ്റായിട്ട് സിനിമ. പക്ഷെ പിന്നെ അങ്ങോട്ട് പോയി അവിടുന്ന് വിട്ടിട്ട് ഞാൻ അതിന് ഒരു ഹിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ നിർത്താനായിട്ട് എനിക്കൊരു ഹിറ്റ് ആവശ്യമാണ്. ഒരു കറക്റ്റ് പോയിന്റിൽ വേണം ഞാൻ നിർത്താനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിന് ഒരുപാട് കാര്യങ്ങളുമുണ്ട്. എനിക്കതിന് അത് നിർത്താൻ ആ പടത്തിനകത്തോടു കൂടി വന്നിട്ട് ഇത്ര ക്രൂരനായ ഒരുത്തനില്ല എന്നുള്ള രീതിയിലേക്കായി. അന്ന് ജനം ഈ തെലുങ്കിൽ പോയിട്ട് ആൾക്കാരെ അടിച്ചില്ലേ, അതുപോലെ തന്നെ. അപ്പം എന്താ പറഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ നിന്ന് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അമ്മയുടെ പേഷ്യൻസ് വന്നിട്ട് പറയുക, ഡോക്ടർ എത്ര പാവാണ്, മകൻ എത്ര ദുഷ്ടനാണെന്ന്. അമ്മ ചിലപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് ഈ സിനിമ കണ്ടിട്ടാണോ പപ്പയുടെ സ്വന്തം അപ്പോസ് കഴിഞ്ഞ ഒപ്പം നടന്ന കാര്യമാണ് ഞാൻ പറയണേ. അപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഞാൻ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി, കുഴപ്പമില്ല, ആരും ചോദിക്കുന്നത് നീ ഞാൻ നിർത്തിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിലേക്ക് മാറിയിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറൊരു മേഖലയെ പഠിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെൻ്റെ വേറൊരു രവീന്ദ്രൻ്റെ കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാറ്റമുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത് വരെയുള്ള രവീന്ദ്രൻ ഞാനല്ല. ഞാൻ അതിനു മുമ്പ് വെറും MGR സിനിമ മാത്രം കണ്ടിരുന്ന ഒരുത്തനെ, വെറും MGR സിനിമ, ഇടിയുണ്ടോ എത്രയുണ്ടോ ആ സിനിമകൾ മാത്രം പോയി കണ്ടിരുന്ന ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിന് ശേഷം ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ റോഷ്മാൻ ഗേറ്റ്, കുറോസവയുടെ. അത്രയും കൺഫ്യൂസ്ഡ് സിനിമയാണ്. ഞാൻ നമ്മൾ ഇങ്ങനൊരു സിനിമയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോഴാണ് സിനിമയ്ക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ഈ പറയുന്ന മാസ്റ്റേഴ്സിന് സിനിമകൾ പഠിക്കാനും അതിനു വേണ്ടിയുള്ള നെട്ടോട്ടായി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനകാലത്തേക്ക്. അത് എനിക്കുള്ള യാത്രയിലൂടെ വന്നിട്ടുള്ളത് വളരെയധികം വന്ന് ഗുണം ചെയ്തു. ഞാൻ ആ വഴിയിലേക്ക് വന്നു. ഞാൻ ആ സമയത്ത് അഭിനയിച്ച എൻ്റെ പടം, ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്ത ഒരു പടമായിരുന്നു. ക്യാമ്പസിലെ പുതിയ ആൾക്കാർ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പടവും. ആ പടം ഭയങ്കര ഹിറ്റായി, ഒരു ചരിത്രം സൃഷ്ടിച്ചു. ഒരു തലയിലാകാം ഞാൻ ഒറ്റ നൈറ്റ് കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി. അതൊന്നും ഞാൻ പറഞ്ഞു, നമ്മളത് ചുമ്മാ റോഡിൽ കൂടിയൊക്കെ നടന്ന് കിടക്കാൻ. ഞാൻ പിറ്റേ നോക്കുമ്പോൾ ആൾക്കാരുടെ ബഹളം, നമ്മൾ വരുന്നിട്ട് വണ്ടി ഏതാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പനമെടുത്ത വണ്ടിയിൽ പോയപ്പോൾ ആ നീട്ടത്തിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം അവർ സൈക്കിളിട്ട്. അതിൻ്റെ ഓരോ വണ്ടിയിലും ചെക്ക് ചെയ്തിട്ട് അവർ വിടുക. നമ്മൾ ശരിക്കും അന്തം പെട്ടുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ താരം. അങ്ങനെ വന്നതോടുകൂടി ഞാൻ പിന്നെ കാണുന്നത് കമലഹാസൻ സാറിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ ഉള്ള ഈക്വൽ റോളുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഒരു 40 അടിയുടെ എൻ്റെ കട്ടൗട്ട് മുമ്പൂട്ടി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. കമലഹാസനും ഞാനും കൂടി നിൽക്കുന്നതൊക്കെയാണ് അവിടെ വരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ സ്റ്റാർഡത്തിന് ശരിക്കും വന്നിട്ട് വളരെയധികം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെല്ലാം അതല്ല എന്ന് എനിക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം ഞാൻ പപ്പയുടെ അപ്പൂസ് വരുമ്പോൾ 3-4 കാരണങ്ങളിൽ ഒന്നതാണ്. ഞാനിനി എത്ര പിടിക്കാൻ അതിനകത്തല്ല, ഇനി ആ ജീവിതം എൻ്റെ കഴിഞ്ഞു. ആ കാലഘട്ടം ഞാൻ അനുഭവിച്ചു. അതിനകത്തേക്ക് ഞാൻ ഇനി എത്തപ്പെടാനല്ല ഞാൻ നോക്കണ്ടേ, ഞാൻ വേറൊരു മുഖമാണ് എത്തേണ്ടത്. അതിനൊരു നിമിത്തമായിട്ട് ഇത് മാറുകയാണെന്നുള്ളത് എനിക്ക് തോന്നലുണ്ടായി. അപ്പം ഞാൻ ഒരു ഹിറ്റിലൂടെ എനിക്ക് ഒഴിയാൻ പറ്റും. എൻ്റെ സ്ട്രാറ്റജി ഞാൻ ആലോചിച്ച 2-3 കാര്യങ്ങളിൽ അതായിരുന്നു.
പക്ഷെ അപ്പോൾ എല്ലാവരും ഭയങ്കര മണ്ടത്തിലാണ്, നീ തിരിച്ചു വരില്ല. അതെൻ്റെ ഭാഗ്യമോ കഷ്ടകാലോ ഞാൻ വന്നെങ്കിൽ. കാരണം അഭിനയിച്ച ഒരു തന്നെ എന്നും വന്നിട്ട് മുഖത്ത് ചായ ഇട്ടവൻ എന്നും തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ ഇടണം. അപ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാവില്ല അങ്ങനെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ അല്ലായിരുന്നു. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ടിയല്ല, അതിൻ്റെ മുകളിലേക്ക് ഇനി ഈ ഷാഡത്തിനെ ഞാൻ നിലനിർത്താനോ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലൊരു കാര്യത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ അതിനുള്ളിൽ ഞാൻ സിനിമ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായല്ലോ, ഇന്ത്യൻ ആ സിനിമയിൽ നിന്ന് ഞാൻ മാറി നിന്നാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകളിലേക്ക് ഞാൻ എത്തപ്പെടാനും അത്തരം സിനിമകളെക്കുറിച്ച് കൂടുതൽ അക്കാഡമിക്കലായിട്ട് പഠിക്കാനുമുള്ള ഒരു കാര്യത്തിനെ ഞാൻ വന്നിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. അവിടെയാണ് നമ്മൾ മാറ്റം ഉണ്ടാവേണ്ടത്, ഒരു തീരുമാനം എടുത്തത്. അപ്പം പിന്നെ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ പറ. അല്ലേ, നിങ്ങൾ പറ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത ഡിസിഷൻ. പുതിയ എടുക്കണം. ഞാനത് എടുത്തുകൊണ്ടല്ലേ എനിക്കിന്ന് ഇങ്ങനെ നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റിയേ. ഞാനൊരു ആക്ടറായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പടം റിലീസാവുന്നതിനെക്കുറിച്ച് മാത്രമല്ലേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഞാൻ ഞാൻ വേറൊരാളുടെ പടത്തിനെക്കുറിച്ച് ചിന്തിക്കണം? ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് വന്നിട്ടുള്ള വേറൊരാളെ പ്രൊമോട്ട് ചെയ്യുക, പലരുടെ ഷോർട്ട് ഫിലിമുകൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം എനിക്കതിനകത്ത് വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ അതിൽ നിന്ന് മാറിയില്ലേ, അതിൽ നിന്ന് മാറി ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്തു.